ഒരു ഡോക്ടർ ജെയിംസ് കാണാൻ വന്നിട്ടുണ്ട്. ജെയിംസോ? ചെല്ല്, ഇതേ വരുന്നു. ദേ ഒരു കോള് വന്നിട്ടുണ്ട്. എന്നോട് ഒന്നും തോന്നരുതേ. ഇവിടെ തന്നെ ഇരുന്നാ മതി, എന്റെ കൂടെ വരണ്ട. നമസ്കാരം. നമസ്കാരം. എന്താ ഡോക്ടറെ? എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയിരുന്നു. അവിടെ എല്ലാം ശരിയായി. ഇനി ഇവിടുത്തെ DMOയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോടെ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഡോക്ടർ എങ്ങോട്ടാ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നത്? തൃശൂർ ടൗണിലേക്ക്. ഇഷ്ടം പോലെ പ്രൈവറ്റ് പ്രാക്ടീസ് കിട്ടൂല്ലേ? പത്രോസേട്ടൻ DMOയോടൊന്ന് പറയണം. പറയാം. അവരിതിലൊന്നും വീഴില്ല, അതാ പ്രശ്നം. ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കട്ടെ. പിന്നെ ഞാനിന്ന് സെയിൽ ടാക്സ് ഓഫീസർക്ക് വേണ്ടി പറഞ്ഞു വെച്ച മോന്റെ ആ കവലയിലുള്ള സ്ഥലം വേറെ ആരും കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല, കൊടുത്തിട്ടില്ല. ആ സ്ഥലത്തിന് മോൻ പറഞ്ഞ വില അല്പം കൂടുതലാണെന്ന് ഓഫീസർ പറഞ്ഞത്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പത്രോസേട്ടാ. ഇതൊന്ന് വേഗം ശരിയാക്കി താ. കാര്യം ഞാൻ ഏറ്റു. മോൻ ധൈര്യമായിട്ട് പോയിക്കോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഡോക്ടർക്ക് ഗാർഡനിങ്ങിൽ നല്ല കമ്പം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ നീ പറഞ്ഞത്? അല്ല, ഈ തോട്ടപ്പണിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയായിരുന്നു. ഡോക്ടർ അകത്തുണ്ടോ? ഉണ്ട്. ഒന്ന് വിളിച്ചു. അയ്യോ, ദേ ഇത് നോക്കിയേ, ഡോക്ടറുടെ ചെറുമോള്. ആണോ? അമ്മൂമ്മയുടെ തനി ചായ അല്ലേ മാത്തുകുട്ടി ചായ? അത് തന്നെയാണ് ഞാനും ആലോചിക്കണം. ഒന്ന് വിളിച്ചേ. തുറക്കണ്ട മോളെ. നീ എടുത്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം കേട്ടാ. സുബ്രഹ്മണ്യ, ആ സോപ്പ് കൂട്ടി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. എന്തിനാ സാർ? അതൊന്നും നീ അന്വേഷിക്കണം, പറഞ്ഞേട്ടാ മതി. പോയി എടുത്തോണ്ട് പാടോ. മോളെ ഒരു ഉമ്മാന്നേ. അയ്യോ, ഷർട്ടിലൊക്കെ കുഞ്ഞു മൂത്രം ഒഴിച്ചോ? കഴിയണ പത്രോസേ? വേണ്ടെന്നേ, എനിക്കും കുട്ടികളുള്ളതാ. നമ്മളും കൊച്ചുകുട്ടികളായിട്ട് തന്നെയല്ലേ വളർന്നത്. പുഷ്പങ്ങളും കുട്ടികളും എനിക്ക് ചെറുപ്പം മുതലേ ദൗർബല്യ. മുഖസ്തുതി പറയാനെന്ന് വിചാരിക്കരുത്. ഡോക്ടർ അങ്ങ് എന്നെ അടുത്ത് വാർത്ത വെച്ചിരിക്കുക. ആ കണ്ണും ആ മൂക്കും ആ വായും. പത്രോസ് എന്തായി പറയുന്നത്? ഇത് ഇവിടുത്തെ വേലക്കാരി അന്നമ്മയുടെ കുട്ടിയാ. മുത്തു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേലക്കാരുടെ കുട്ടി ആയിരിക്കും. അല്ല, ഞാൻ വിചാരിച്ചത് ആരുടെ കുട്ടിയായാലെന്താ, മനുഷ്യക്കുട്ടിയല്ലേ ഡോക്ടറെ? പിന്നെ എന്താ പത്രോസ് ഈ വഴിക്കൊക്കെ? പിന്നെ ദീപിക്കൊരു ഡോക്ടറെ കുറിച്ച് എന്നതാ. ഇത് മതിയോന്ന് ചോദിക്കാനാ. എന്നാ പിന്നെ ജീവിതം നല്ല സുഖരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഗുളിക മതി എന്നല്ലേ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത്? അത് എന്റെ അച്ഛനെന്താ പറഞ്ഞു? ധാരാളം മതി. മതിയില്ലേ ഡോക്ടറെ? ഉള്ളത് പറയാനുണ്ട്. ഡോക്ടർക്ക് വിരോധമുണ്ടോ? എന്താ? പറയട്ടെ. പറയൂ. ഇത്രയും നല്ലൊരു തോട്ടം ഞാൻ വേറൊരു വീട്ടിലും കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടുള്ളത് ഊട്ടിയിൽ എന്റെ കസിന്റെ വീട്ടിലാ. അവിടെ ഏതെല്ലാം തരത്തിലുള്ള ചെടികളാ. പോളിത്തീൻ കവറിൽ കെട്ടിത്തൂക്കിയത്, വള്ളിച്ചെടികള്, പുള്ളിച്ചെടികള്, മടലിൽ കെട്ടിത്തൂക്കിയത്, അകത്ത് വെക്കാൻ പറ്റുന്നത്, പുറത്ത് വെക്കാൻ പറ്റുന്നത്. പിന്നെ ഏതൊക്കെയാണ് സുബ്രഹ്മണി? അതെ, നമ്മൾ കൊടൈക്കനാലിൽ പോയപ്പോ കണ്ടില്ലേ? കൊടൈക്കനാലിൽ അല്ലടാ കഴുതേ, ഊട്ടിയിൽ എന്റെ കസിന്റെ വീട്ടില്. പിന്നെ ഡോൾഫിൻ, ഫിലോപ്പിയ. ബുദ്ധിയില്ലേണ്ടായി ഇവന് എന്താ ചെയ്യാ? പക്ഷെ ഒരു കാര്യം ഡോക്ടറെ, അവൻ പോവാ. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. അവിടെ സെറ്റിൽ ചെയ്യാൻ പോവല്ലേ? അയ്യോ, എങ്കിൽ ആ ചെടികളൊക്കെ ഞാൻ വില കൊടുത്ത് മേടിച്ചോളാം. വിലക്കോ? സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ ജീവനെ അവന് ചെടികളെന്ന് വെച്ചാ. അതുകൊണ്ട് വിൽക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ തന്നെ പോലെ തന്നെ ചെടികളിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡോക്ടറെ, ഇവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് ചിലപ്പോൾ ഡോക്ടർക്ക് തരുമെന്ന് എനിക്ക് തോന്നണേ. അതെനിക്ക് അവരോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റൂ. അയ്യോ, സമയം മണി 1 എനിക്ക് ഗുളിക കഴിക്കണം. ഇത്തിരി വെള്ളം കൊണ്ടുവരും. ഓ, തരാലോ. പിന്നെ ഡോൾഫിൻ, ഫിലോപ്പിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചളാക്കാനുണ്ടല്ലോ. അടിക്കുന്നതിന്റെ നട്ടല് ഞാൻ കലപ്പറയാം. ഞങ്ങളുടെ കൂടെ നടന്നിട്ട് വിവരമില്ലാന്ന് വെച്ചാൽ നിന്നോടും കൂടി പറഞ്ഞത് മനസ്സിലായോ? ഇയാള് പാവല്ലേ? ഞാൻ TT പുനൂസ്, സാറാമ്മയുടെ ചേട്ടനാണ്. ഞാൻ പത്രോസ് ഇടനിലം, ചെറിയൊരു കോൺട്രാക്ടറാണ്. DMOയുടെ ഒരു പരിചയക്കാരനാ. അപ്പൊ ഇവരൊക്കെ? ഞാനാണ് സാറിന്റെ എല്ലാ കാര്യങ്ങളും. ഞാനാണ് സാറിന്റെ കാറിന്റെ അടുത്തേക്ക് പോവാം. നിന്നോട് കൂടി പറഞ്ഞ ഇവന്മാരെ മേക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. അച്ചായനോ? വരുന്ന വിവരം ഒന്നും അറിയിച്ചു പോലില്ലല്ലോ. സർക്കാർ കാര്യത്തിന് ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോ നിന്നൊന്ന് കാണാന്ന് കരുതി. ഉച്ചക്കലത്ത് ഊണും കഴിക്കാലോ. ഓ, ഇപ്പൊ തരക്കില്ലാത്തൊരു ശാപ്പാടിന് ചുരുങ്ങിയത് 7 രൂപയ്ക്ക് കൊടുക്കണം.
എന്താ ബി പി ബി പി കുപ്പിയിലോ? അല്ല ഗുളികയാ. ഓ അത് ശരി, എനിക്കും ബി പി ഉണ്ട്. ഉവ്വ. ആട്ടെ, ഏത് മരുന്നാ പത്രോസ് കഴിക്കണത്? നോക്കി. അയ്യോ അയ്യോ ചാവൂ. ഞാനിതല്ല കഴിക്കുന്നത്. ഇതിനേക്കാൾ 3 പൈസ കുറവുള്ള വേറെ ഗുളികയുണ്ട്. എഫക്റ്റ് ഒക്കെ ഒന്ന് തന്നെയാ. എന്തിനാ വെറുതെ 3 പൈസ കളയണത്? സൂക്കിട് മാറിയ പോരെ. ഡെയിലി 3 ഗുളികയ്ക്ക് 9 പൈസ വെച്ച് 1 മാസം 3 27 270 പൈസ സേവ് ചെയ്തൂടെ? വേസ്റ്റ്. ഓ അല്ല, ഇങ്ങനെ സേവിങ്സ് ബാങ്കിലാണ് ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും സേവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് കോർപ്പറേഷനിലാണ് ജോലി എന്നാ. അതാ എപ്പോഴും വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, പുന്നു സാറിന് എവിടെ ജോലി? ഞാൻ പത്തനംതിട്ട RTO. ഇനി 5-6 മാസം സർവീസ് കൂടെ ഉള്ളൂ. വൈഫ് മരിച്ചു. അയ്യോ. ഒറ്റ മോനേ ഉള്ളൂ, ബോബി പുന്നൂസ്. BA കഴിഞ്ഞു. എന്റെ റിട്ടയർമെന്റിന് മുമ്പ് അവനെ എങ്ങനെങ്കിലും ഒരു സർവീസിൽ തിരികെ കയറ്റണം. അത് RTO ഓഫീസിൽ തന്നെ ആവുമ്പോ ജീവിതം നല്ല സുഖാവുമല്ലോ. ആട്ടെ, പത്രോസിന് ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ട്, മകളുണ്ട്, മകനുണ്ട്. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെ തച്ചങ്കാട്ടിൽ എന്റെ വീട്. പരിചയപ്പെട്ട നിലയ്ക്ക് സാർ തീർച്ചയായിട്ടും വരണം. ഓ തീർച്ചയായിട്ടും വരാം. ഓ ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടറെ. പിന്നെ ഊട്ടിയിലുള്ള കസിന് ഫോൺ ചെയ്യാൻ മറക്കണ്ട. മറക്കാനോ? നല്ല കാര്യായി. ഇറങ്ങട്ടെ. ശരി. ഓ സമയം വേസ്റ്റ് ആക്കണ്ട, വേഗം ചോറ് വിളമ്പ്. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഏതാ സാർ ഊട്ടിയിലെ പുതിയ കസിൻ? കുന്തം. അതൊക്കെ ഒരു ഡാവല്ലേ ഡോക്ടറെ വീഴ്ത്താൻ. എന്നിട്ട് വീണ? നിനക്കെന്താ സംശയം ഉണ്ടാ? പത്രോസേ, നീ വീണ്ടും എന്നിൽ നിന്ന് അകന്നകന്നു പോകുന്നു. ഇവിടെ എത്തിയോ നീ? ആര്? നിന്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനെ പറഞ്ഞു. തന്റെ ആയിരിക്കും. ഇന്ന് 9 ഉണ്ട്. ഇത് കൊണ്ടുപോകും. ഇത് ഈ മാസത്തെ പലിശ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ചെലവിന് വേറെ കാശൊന്നും ഇല്ലാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഇതോടെ ആണെങ്കിൽ വന്നേനേയും. 1-ാം തീയതി തന്നെ തിരിച്ചു വരണം കേട്ടോ. ശരി കൊച്ചമ്മേ. ശാരദേ, ഹേമയുടെ കല്യാണത്തിന് ശാരദ പോയില്ലയോ? പോയിരുന്നു. നാട് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ആലോചിക്കണ്ടേ വരുന്നവർക്കൊക്കെ സദ്യ കൊടുക്കാൻ സാധിക്കുമെന്ന്. സാധിക്കത്തില്ലെങ്കിൽ അതിന് പോകരുത്. അവസാനത്തെ പന്തിയിലിരുന്നവർക്ക് ചോറ് പോലും കഴിഞ്ഞിട്ടില്ലെന്നേ. ആര് പറഞ്ഞു? ഞാൻ അവസാനത്തെ പന്തിയിലായിരുന്നത്. ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാൻ വയ്യേ, ആളുകൾ പറയുന്നത് കേട്ടതാ. ഞാൻ പോട്ടെ കൊച്ചമ്മേ. നിക്കടി. അതുപോലെ എന്ത് പായസമായിരുന്നു വിളമ്പിയത്? പാൽപായസം. പാൽപായസം അത് പാത്രത്തിൽ എഴുതി വെക്കണം. എന്തൊരു പുകയവയായിരുന്നു എന്റെ മാതാവേ. ഞാൻ കഴിച്ചതാണല്ലോ, ഒരു കുഴപ്പമില്ലായിരുന്നു. പിള്ളേര് കോരി കുടിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. അത് പിള്ളേരുടെ ആർത്തി കൊണ്ടായിരിക്കും. ഞാൻ വരട്ടെ കൊച്ചമ്മേ. നിക്കടി, എന്തെത്ര ധൃതി. പെണ്ണുടുത്തിരുന്ന കല്യാണസാരി ശാരദ ശ്രദ്ധിച്ചോ? 10 കാശ് സ്ത്രീധനമോ കൊടുത്തില്ല. പോട്ടെ, പെണ്ണിനെടുക്കാൻ നല്ലൊരു സാരിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കായിരുന്നില്ലേ അവർക്ക്? അതും പോട്ടെ. വാ. എല്ലാം ഉണ്ടോന്ന് നോക്കിയാ മേരിക്കുട്ടി. ഓ എന്തോ നോക്കാനാ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 1-2 കുറഞ്ഞെന്ന് വെച്ചപ്പോ എന്താ അവിടെ വെച്ചേക്ക്. ഞാൻ എടുത്തു വെച്ചോളാം. ഹേമയുടെ കല്യാണത്തിനെ പറ്റി ശാരദയോട് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വീട്ടിലോട്ടല്ലേ? സരോജം കയറി ഇരിക്കേ. വേണ്ട, പോണം. സത്യം പറയട്ടെ സരോജം, ഇത്രയും നല്ലൊരു കല്യാണം ഈ അടുത്ത കാലത്ത് എങ്ങും ഞാൻ കൂടിയിട്ടില്ല. കല്യാണത്തിന് വിളമ്പിയ പാൽപ്പായസത്തിന്റെ രുചി ഇപ്പോഴും എന്റെ നാക്കേന്ന് പോയിട്ടില്ലെന്ന് ശാരദയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ പിന്നെ ശാരദ ചെല്ല്. 1-ാമത്തെ കാര്യം മറക്കണ്ട. ശരി, പോ. ഞാൻ വരട്ടെ. നിക്കന്നേ. ആരായിരുന്നു പാചകം? എല്ലാം കരയോഗക്കാരെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. കരയോഗമോ? അതെവിടെയുള്ള ഹോട്ടലുകാരാ? ഹോട്ടലൊന്നും അല്ല മേരിക്കുട്ടി, അതൊരു സമുദായ സംഘടനയാ. ആണോ? ഞാൻ വരട്ടെ, ഒരുപാട് ജോലി ബാക്കി. നിന്നേ. ഞാൻ പ്രസന്റായി തന്ന സ്റ്റീൽ പാത്രം ഹേമ കൊണ്ടുപോയോ? അവക്ക് കിട്ടിയതൊക്കെ അവക്ക് തന്നെ കൊടുത്തു. നന്നായി. കടക്കാരനോട് പ്രത്യേകം ഞാൻ പറഞ്ഞു മേരിക്കുട്ടി പത്രോസ് എന്ന് പാത്രത്തിൽ എഴുതാൻ. അവളത് കാണുമ്പോഴെങ്കിലും ഈ പാവ എന്നെ ഓർക്കുമല്ലോ. എന്നാ ചെല്ലേ. ആ വാര ഭാര്യ എന്തിനാ ഇവിടെ വന്നേ? ഈ പാത്രം കൊണ്ടുതരാൻ. എടീ മേരിക്കുട്ടി, ആ വാര നമ്മുടെ വരുതിയിൽ നിർത്താൻ കിട്ടിയ നല്ലൊരു അവസരം പാഴായി പോയി. ഹേമയെ കല്യാണം കഴിച്ചു ചേർക്കാൻ കൃഷ്ണൻ നായർ ബന്ധുവാണെന്ന് വിവാഹത്തിനാണ് അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പാത്രം കൂടെ കാണാനുണ്ടല്ലോ. എന്തെല്ലാം വഴികളുണ്ടായിരുന്നു ആ വാരരെ കൊടുക്കാൻ. ബ്രഹ്മാവിനാണോ ആ ആയുസിന് പഞ്ഞം? ബ്രഹ്മാവാണോ ആയുസ് കൊടുക്കുന്നത്? നിശ്ചയല്ലേ? ഇത് ഞാൻ ഇതെന്ത് പറ്റി? ഓ നല്ലൊരു അവസരം പാഴായി പോയല്ലോ കർത്താവേ. പത്രോസേ, നീ പാരയാവേ. പാരേ? അതെ,
ഇപ്പൊ ആകാശം കേട്ടു തുടങ്ങിയ ഞാൻ സർവ്വവ്യാധിയാണ്